പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ രാജ്യം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായതിൻ്റെ 76ാമത് വർഷത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഭരണഘടന വേറെ ചർച്ച ചെയ്യപ്പെടുന്ന കാലം ഇന്നത്തെ തന്നെ ദിനപത്രങ്ങളൊക്കെ നോക്കിയാലും ഭരണഘടനയെക്കുറിച്ച് അതിൻ്റെ വിവിധ തരത്തിലുള്ള ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്തുമാത്രം നമുക്ക് ഈ 76 വർഷത്തിലും നടപ്പിലാക്കാൻ കഴിയുന്നുള്ള ചർച്ചകളൊക്കെ പല പൊതുവേദികളിലും അതൊക്കെ നടക്കും. നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അത് നമുക്ക് സുരക്ഷ കൊടുക്കുന്ന ഭടന്മാർ മുതൽ ശാസ്ത്രജ്ഞരെ പിന്തുണയ്ക്കുന്ന ഓഫീസ് ജീവനക്കാർ മുതൽ യഥാർത്ഥ സയൻസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളുടെയും ഇവിടുത്തെയും സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരുടെയും ലക്ഷ്യമെന്നുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിയാണ്. രാജ്യത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ട നയ രൂപീകരണങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കുമ്പോൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ. ഒരു കാലത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിദഗ്ധരെ കേൾക്കാതെ ഒരു ബജറ്റുണ്ടായിരുന്നു, ഒരു ഭരണ സംവിധാനവും മുമ്പോട്ട് പോയിട്ടില്ല. ആസൂത്രണ രംഗത്തെ മികവിലും ശാസ്ത്ര സാങ്കേതിക കാർഷിക മേഖലയിലും മികച്ച ആൾക്കാരെ ഒക്കെ തന്നെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ക്യാബിനറ്റിൻ്റെ മന്ത്രിസ്ഥാനം വരെ അലങ്കരിച്ചിരുന്നു. ഡോക്ടർ രാജാരാമൻ ഉണ്ടായിരുന്നു, ടി സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, ഇന്ന് വന്ന് നമുക്ക് പ്രസിഡന്റ് വരെ ഉണ്ടായി. ഒരു ശാസ്ത്ര സാങ്കേതിക പ്രസിഡന്റായി ഉണ്ടായി. പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായി. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വിക്രം സാരാഭായിയുടെയും ഹോമി ജഹാംഗീർ ബാബയുടെയും സ്വാമിനാഥൻ സാറിൻ്റെയും ഒക്കെ കാലത്തിന് ശേഷം ഇന്നിപ്പോൾ ഭരണകർത്താക്കൾ ശാസ്ത്രജ്ഞരെ എന്തുമാത്രം കേൾക്കുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ നമ്മുടെ ചർച്ചകളൊക്കെ സ്ത്രീ സമത്വത്തിലും സോഷ്യലിസത്തിൻ്റെ നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ നടപ്പിലാക്കലിലും ഒക്കെ ഇങ്ങനെ തട്ടി കിടക്കുകയാണ്. രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൻ്റെ തലങ്ങൾ പരിശോധിച്ചാൽ കേരളം ഒന്ന് മാറി നിൽക്കുന്ന സംസ്ഥാനമാണ്. പ്രതിശീർഷ വരുമാനത്തിൽ നമ്മളുടെ ഒരാളുടെ പ്രതിശീർഷ വരുമാനം നോക്കുമ്പോൾ പല അവസരങ്ങളിലും പല തരത്തിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ചിലവിൻ്റെയെങ്കിലും തുല്യമായിരിക്കും. അതുമൊക്കെ നമുക്ക് നേടാവുന്നതിൻ്റെ പരമാവധിയാണ്. കാർഷിക മേഖലയിലെയും സേവന മേഖലയിലെയും ഒക്കെ നേട്ടങ്ങൾ കൊണ്ടുകൊണ്ടാണ് നമ്മൾ അത്രയുമൊക്കെ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം മുമ്പോട്ട് പോയിക്കൊണ്ട് കേരളം വികസനത്തിലേക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഉൽപ്പാദന മേഖലയിൽ നമുക്ക് കാര്യമായി ഇടപെടാൻ കഴിയും. കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖല വർദ്ധിപ്പിക്കണമെങ്കിൽ അത് എക്കാലത്തും ഒരു വെല്ലുവിളിയാണ്. പരിസ്ഥിതി പ്രദേശങ്ങളേറെ നിറഞ്ഞ കേരളത്തിന് അത്തരമൊരു മേഖലയിലേക്ക് കടന്നാൽ തന്നെ എങ്ങനെ മുന്നേറാൻ കഴിയുമെന്നുള്ള ചോദ്യം ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെയും ആസൂത്രണ വിദഗ്ധരുടെയും ഒക്കെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നയങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കി നമ്മുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ രാജ്യത്തിൻ്റെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന അടിസ്ഥാന തത്വങ്ങളെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ട് അടിസ്ഥാന വർഗത്തിൻ്റെ സാധാരണ ജനത്തിൻ്റെ രാജ്യത്തെ സാധാരണ പൗരൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ പ്രതിജ്ഞ കൊടുത്തുകൊണ്ട് 76ാമത്തെ റിപ്പബ്ലിക് ദിനം നമുക്ക് ആചരിക്കാം. എല്ലാവർക്കും എൻ്റെ
റിപ്പബ്ലിക്കിന് അഭിവാദ്യങ്ങൾ.